വീണ്ടും വാർത്തകളിലേക്ക്. വാളയാർ ആൾക്കൂട്ട മർദ്ദനത്തിൽ മരിച്ച രാംനാരായണൻ ബാഗേലിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ച് ഛത്തീസ്ഗഡ് സർക്കാർ. കുറ്റവാളികൾക്ക് എതിരെ കടുത്ത നടപടി വേണമെന്നും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഛത്തീസ്ഗഡ് ചീഫ് സെക്രട്ടറി ഔദ്യോഗികമായി ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ട് കേരള ചീഫ് സെക്രട്ടറിക്ക് കത്തെഴുതി. ശരത്ലാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ശരത്ത്, എന്തായാലും സംസ്ഥാന സർക്കാർ 10 ലക്ഷത്തിൽ കുറയാത്ത ഒരു സഹായം നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ കുടുംബത്തിന് ഛത്തീസ്ഗഡ് സർക്കാർ കൂടി സഹായം നൽകുകയാണ്. വളരെ നല്ല കാര്യം. അതോടൊപ്പം തന്നെ ഈ അന്വേഷണത്തിലും കുറച്ചുകൂടി കാര്യക്ഷമമായി ഇടപെടണമെന്ന് കേരള സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. അതേ രുചീഷെ, കാരണം വളരെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നമുക്ക് വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, ഔദ്യോഗികമായിട്ട് തന്നെ ഛത്തീസ്ഗഡ് സർക്കാർ ചീഫ് സെക്രട്ടറിയോട് ഇത്തരമൊരു ആവശ്യം, കാരണം കേസ് അന്വേഷണം അടക്കമുള്ള കുറ്റക്കാർക്ക് മാതൃകമായ ശിക്ഷ നൽകണമെന്ന അത്തരത്തിലുള്ള നിയമ നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്തെഴുതുകയാണ്. ആ കത്തെഴുതി കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോ സായി വളരെ ശക്തമായ നിലപാടെടുക്കുക മാത്രമല്ല, ഈ രാംനാരായൺ ബഗലിന്റെ വസതി നിലനിൽക്കുന്ന ജില്ലാ കളക്ടറോട് റായ്പൂർ വിമാനത്താവളത്തിലെത്തുകയും അവിടെ നിന്ന് മൃതദേഹം സ്വന്തം ഗ്രാമത്തിൽ കാത്തി ഗ്രാമത്തിൽ എത്തിക്കാനുള്ള എല്ലാ നിയമ നടപടികളും അതുപോലെ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിലൊരു വലിയ ഒരു തരത്തിലുള്ള ഒരു വിഷയമായിട്ട് തന്നെയാണ് ഛത്തീസ്ഗഡ് സർക്കാർ ഇതിനെ കാണുന്നത് എന്നതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഏതായാലും കുറ്റക്കാർക്കെതിരെ കർക്കശ നടപടി കേരള സർക്കാർ എടുക്കണമെന്നൊരു ആവശ്യമാണ് മുഖ്യമന്ത്രി ഇന്നലെ തന്നെ രാത്രിയിലെത്തി എക്സിലൂടെ പങ്കുവെച്ച ആവശ്യം. ഇന്ന് അത് ചീഫ് സെക്രട്ടറി ഈ കാര്യം ഔദ്യോഗികമായി തന്നെ കേരള ചീഫ് സെക്രട്ടറി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. രുചീഷ്, 5 ലക്ഷം ഛത്തീസ്ഗഡ് സർക്കാരും കേരളം നൽകുമെന്ന് പറഞ്ഞ ധനസഹായം കൂടി കുടുംബത്തിന് ലഭിക്കേണ്ടത് അത് വലിയൊരു കാര്യത്തിൽ വലിയൊരു സഹായമാവുമെന്നാണ് കോൺഗ്രസ് നേതാവ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. സഹായധനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇപ്പോൾ ഛത്തീസ്ഗഡ് സർക്കാരും സഹായധനം പ്രഖ്യാപിക്കുകയാണ്. അന്വേഷണവും കാര്യക്ഷമമായി നടക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു.